പറിച്ചെടുത്ത്. വെൽക്കം ബാക്ക് ടു മല്ലു ഡിസ്കവറി TV. ഇന്നൊരു ടെക് വീഡിയോസ് ഒന്നും ആയിട്ടല്ല. പലർക്കും ഭൂരിപക്ഷം ആൾക്കാർക്കും ഇത് അറിയണോ, പക്ഷെ അറിയാത്ത കുറച്ച് പേരുണ്ടാവില്ലേ, അവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. അതായത് എന്റെ വീട്ടിലെ ഫാൻ ഇത് ഓണാക്കുന്ന എന്തൊക്കെയോ സൗണ്ടൊക്കെ വരും. അതിന്റെ വൈൻഡിങ് എന്തോ കറങ്ങി അതിന്റെ പണ്ടാറടങ്ങിയതാ, എന്തേലും ആട്ടെ. പക്ഷെ ഞാൻ ഒരു പുതിയ ഫാൻ, പുതിയതല്ല, വേറൊരു ഫാൻ എങ്ങനെ ഫിറ്റ് ചെയ്യാന്നുള്ളൊരു വീഡിയോ അതിനായി ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇടാന്ന് വിചാരിച്ചു. അപ്പോൾ ആർക്കെങ്കിലും അത് ഉപകാരപ്പെട്ടേക്കാം. സോ ലെറ്റ്സ് സീ. കൂട്ടുകാരെ, നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് നൈസായി അമർത്തി പൊട്ടിച്ച് കഴിഞ്ഞാൽ അടുത്ത എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. ഓക്കെ, സോ ഗൈസ്, ഒരു ഫാൻ വാങ്ങിക്കഴിഞ്ഞാൽ ആ ബോക്സിലൂടെ നമുക്ക് കിട്ടുന്നത് ഒരു 3 ബ്ലേഡാണ്. 3 ബ്ലേഡും പിന്നെ അതിൻ്റെ എന്താ പറയുക കവർ, അതിൻ്റെ ഫ്ലാപ്പ്, അത് എവിടെയൊക്കെ വെക്കണമെന്ന് ഞാൻ പിന്നെ ഈ വീഡിയോയിൽ കാണിച്ചിരുന്നതാണ്. പിന്നെ ലെങ്ത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പൈപ്പ് കിട്ടും. പിന്നെ നമ്മളെ മോട്ടർ, മെയിൻ സാധനം. പിന്നെ അതിൻ്റെ ആവശ്യത്തിനുള്ള സ്ക്രൂ എല്ലാം കിട്ടും. ഇതൊരു യൂസ്ഡ് ഫാനാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ. അതൊക്കെ പാക്കറ്റിൽ ആ ബോക്സിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതാണ് ഇതൊക്കെ. ഇതൊന്നും നമ്മളിപ്പോൾ സെർച്ച് ചെയ്ത് വാങ്ങുമൊന്നും വേണ്ട. പിന്നെ നമ്മൾ ആകെ വാങ്ങേണ്ടത് ഇതാ, ഒരു 1/2 മീറ്റർ വയർ. ഇത് മാത്രം മതി, ബാക്കിയെല്ലാം ബോക്സിലുണ്ടാവും. ഓക്കെ, സോ എങ്ങനെ ഇതൊക്കെ ഫിറ്റ് ചെയ്യാമെന്ന് കാണാം. നമ്മൾ ആദ്യം വേണ്ടത് അതിൻ്റെ ബ്ലേഡ് ഫിറ്റ് ചെയ്യണം. അത് ബ്ലേഡ് അതിൻ്റെതായ ഹോൾസിൽ വെച്ച്, അതായത് അതിൻ്റെ ഡിസൈനുള്ള ഭാഗം താഴെയാക്കിയിട്ട് അതിൻ്റെ ഹോൾസിൽ കറക്റ്റ് പ്ലേസ് ചെയ്ത് ആ ബ്ലേഡിൻ്റെ സ്ക്രൂ കിട്ടും. അതായത് ചെറിയതാണ് അതിൻ്റെ സൈസ് വരാം. എന്താ ചെയ്യുക, അതിൻ്റെ വാഷർ കൂടി ഉണ്ടാവും. വാഷറും സ്ക്രൂ ഒരുമിച്ച് വെച്ച് അതിലേക്ക് സ്ക്രൂ ചെയ്യുക. അപ്പം ഞാൻ ഈ വീഡിയോ ബോറിംഗ് ആക്കുന്നില്ല, സ്കിപ്പ് ചെയ്യുകയാണ്. അതായത് ഇതേപോലെ 3 ബ്ലേഡും ഫിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗൈസ്, ഞാൻ 3 ബ്ലേഡും ഫിറ്റ് ചെയ്തിരിക്കുന്നു. അതായത് ടൈറ്റാണെന്ന് ഉറപ്പ് വരുത്തുക, അതായത് സ്ക്രൂ 6 സ്ക്രൂ. ഓക്കെ, ഇനി അടുത്തതായി ഇതിൻ്റെ അതായത് ലെങ്ത്തിന് വേണ്ടിയിട്ടുള്ളൊരു പൈപ്പാണ്. അതെങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് കാണാം. ആ പൈപ്പിൻ്റെ 2 ഭാഗം ഉണ്ടാവും. ഒരു സൈഡ് കട്ടുള്ളതും മറു സൈഡ് കട്ടുണ്ടാവില്ല. അപ്പോൾ ആ കട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഏത് സൈഡായാലും വർക്ക് ചെയ്യും. അത് കറക്റ്റ് പ്ലേസിൽ സ്ക്രൂ ചെയ്യുക. പക്ഷെ സ്ക്രൂ ചെയ്തതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാം. അതായത് ഒരു വയർ ആ ഹോളിൽ ഇട്ട് വെക്കുക. വയർ ഹോളിലിട്ട് അത് മുകളിലുള്ള ഹോളിലെ തിരിച്ചെടുക്കുക. തിരിച്ചെടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു സൈഡുള്ള ഫ്ലാപ്പ്, അതായത് ഈ മൂടി ഇടുക. അതായത് ഇത് ഇട്ടില്ലെങ്കിൽ വയർ പിന്നീട് അത് കുടുങ്ങും. എന്താ ചെയ്യുക, അതായത് ഈ ഭാഗം താഴേക്കാക്കിയിട്ട് ഇട്ട് വെക്കുക. ഇട്ടതിന് ശേഷം ആ താഴേക്ക് എത്തിയ വയറില്ലേ, അത് ഈ മുകളിലുള്ള ഈ ഹോളിൽ വരുത്തിക്കുക. അപ്പോൾ ഗൈസ് ഇതാ, അതായത് ഈ ഒരു ഹോളിലെ വയർ കയറ്റി താഴെയുള്ള ഈ ഒരു ഹോള്, അതായത് ഏറ്റവും താഴെയുള്ള ഹോളല്ല, അതിൽ നമ്മൾ സ്ക്രൂ ഇടേണ്ടതാണ്. ഇവിടെ താഴ്ത്തി കഴിഞ്ഞിട്ട് ഈ ഫ്ലാപ്പ് ഈ ഒരു രൂപത്തിൽ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ താക്കുക. ഓക്കെ, അതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക, ഈ ഒരു വലുപ്പത്തിലുള്ളൊരു സ്ക്രൂ അതിന് കൂടെ കിട്ടും. അതെടുത്ത് ആ ഹോളിന് കറക്റ്റായിട്ട് ഇടുക. ഓക്കെ, ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു വാഷർ അതിൻ്റെ ഓപ്പോസിറ്റ് ഇടുക. അതിന് ശേഷം ഒരു ബോൾട്ട്. ഒരു ഭാഗം ടൈറ്റ് ചെയ്ത് പിടിച്ച് മറ്റൊരു ഭാഗത്തു നിന്ന് ടൈറ്റാക്കുക. ടൈറ്റായെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഓക്കെ, ഇതുപോലെ ഒരു സേഫ്റ്റി ലോക്ക് കിട്ടും. ഈ ലോക്ക് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. അടുത്ത് കൊണ്ടുപോയി ഇതിൻ്റെ സ്ക്രൂവിൽ ഒരു ഹോൾ കാണാം. ഈ ഹോളിലൂടെ എന്ത് ചെയ്യുക, ആ സേഫ്റ്റി പിൻ ഇടുക. അപ്പോൾ ഇതിൻ്റെ അകത്തിട്ടതിന് ശേഷം എന്ത് ചെയ്യുക, ഇത് വളക്കുക. അപ്പോൾ തിരിച്ചതിൽ വരാതിരിക്കാൻ ആ സ്ക്രൂ. ഓക്കെ, അപ്പോൾ അത് സേഫ്ലി ലോക്കായി കഴിഞ്ഞു. അതായത് ഈ സ്ക്രൂ ലൂസായാലും പുറത്തേക്ക് വരില്ല, അവിടെ ടൈറ്റായി കിടക്കും. അതിനാണ്. പിന്നെ ഈ വയറിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിന് നെഗറ്റീവ് പോസിറ്റീവ് അതൊന്നും ഒരു സീനല്ല കേട്ടോ. എങ്ങനെയും കണക്ട് ചെയ്യാം. ഒരു വയർ
ഇതിൻ്റെ മുകളിലും പിന്നെ മറ്റേ വയർ ഏറ്റവും താഴെയും. ഓക്കെ, അതായത് ടോപ്പിലും പിന്നെ ലാസ്റ്റിലും. പിന്നെ മറുവശത്ത് റെഡ് ഉണ്ടാവും, പിന്നെ അടിയിൽ ഒരു യെല്ലോ ഉണ്ടാവും. അത് ഏകദേശം ഭൂരിപക്ഷം ഫാനിന് ഈ ഒരു ടൈപ്പ് തന്നെ വരുന്നത്. അതൊരു ടോപ്പിലും മിഡിലിൽ ബ്ലാങ്കാണ്, മുകളിലും താഴെയും വയറെടുക്കുക. അതിനുശേഷം നമ്മൾ താഴെയുള്ള പാർട്ട് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇവിടെ താഴെയുള്ള എല്ലാ പണിയും തീർന്നിരിക്കുന്നു. ഇനി മുകളിലുള്ള പണിയാണ്. ഇവിടെ എന്ത് ചെയ്യണം? ഓക്കെ, ഈ ഒരു സാധനം ഈ ഷേപ്പിലിടുക. ഓക്കെ, ഇങ്ങനെയുള്ള ഈ ടൈപ്പ്. അതിനുശേഷം ഇവിടെ ക്ലാമ്പ് ഫിറ്റ് ചെയ്യണം. അതിന് ഈ ഒരു സാധനം കിട്ടും. ഓക്കെ, ഇതാണ് ഇവിടെ ഘടിപ്പിക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം ഇതിൽ സൈസ് കൂടിയ ഭാഗം, അതായത് പരന്ന ഭാഗം, അതിപ്പോൾ ഇവിടെ ഇങ്ങനെ നേരെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് ചെറുതും ഇത് വലുതുമാണ് വീതിയിൽ. ആ ചെറിയ ഭാഗമായിരിക്കണം ഫാനിൻ്റെ ഇവിടെ വരുന്നത്, മറുഭാഗം സീലിങ്ങിന് വരും. ഓക്കെ, നമ്മൾ സെയിം താഴെ ചെയ്ത പോലെ തന്നെ പിടിച്ച് ഒരു സ്ക്രൂ എടുക്കുക. പിന്നെ ഒരു ഹോളിലിട്ട് മറ്റേ ഹോളിലെ പുറത്ത് വരുത്തിക്കുക. അതിനുശേഷം ഒരു വാഷർ എടുക്കുക, ബോൾട്ട് ഇടുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിലും ആ സെയിം ലോക്ക് സിസ്റ്റമാണ് വരുന്നത്. ലോക്കയുടെ ഒരു വശം ഇതിലിട്ട് മറുവശത്തെ എടുത്ത് അത് എന്ത് ചെയ്യുക, വളക്കുക. അപ്പോൾ അവിടെ സേഫായി. അപ്പോൾ എന്ത് കഴിഞ്ഞു? ബോട്ടം പാർട്ട് കഴിഞ്ഞു, ക്ലാമ്പ് ഫിറ്റ് ചെയ്യുന്നത് കഴിഞ്ഞു. ഇനി നേരെ കൊണ്ടുപോയി എവിടെ നമ്മൾ സീലിങ്ങിൽ ഫിറ്റ് ചെയ്യാൻ പോവുക. അവിടെ ഞാൻ എങ്ങനെ ഈ ക്യാമറ എടുക്കുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഒരു സാധനം ഞാൻ പറയാൻ വിട്ടുപോയി. ഇങ്ങനെ ഒരു റബ്ബർ ക്ലാമ്പ് കിട്ടും. ഇതെവിടെ വെക്കുമെന്ന് ഞാൻ കാണിക്കാം. അതായത് ഈ ഹൂക്ക് ഉണ്ടാവില്ലേ, ആ ഹൂക്കിൻ്റെ അകത്തേക്കൂടി ഈ ഒരു ഷേപ്പിൽ എന്ത് ചെയ്യുക, ആ റബ്ബർ ക്ലാമ്പ് ഇടുക. ഈ ഹൂക്കിൻ്റെ ഇതിൻ്റെ അകത്തേക്ക് കടത്തിക്കുക. ഓക്കെ, ഹൂക്ക് വളരെ ചെറുതാണ്, അതാണ് ഇതിൻ്റെ അകത്ത് പെട്ടെന്ന് കയറാത്തത്. എൻ്റെ ഹൂക്ക് ചെറുതായതുകൊണ്ട് അതിനെ മുറിച്ചിട്ടുണ്ട്, മുറിച്ച് അതിൻ്റെ ഷേപ്പിൽ കയറുന്ന രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതാക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെ ഹൂക്കൊക്കെ കറക്റ്റ് സൈസായിരിക്കും. ഓക്കെ, ഈ വീഡിയോ ചെറിയ ഷെയ്ക്കിങ് ഉണ്ടാവും. അത് കാരണം വേറൊന്നുമല്ല, ഞാൻ ഇതേ ഏണിൻ്റെ മുകളിൽ നിന്ന് ക്യാമറ പിടിക്കുക, അപ്പോൾ അതിൻ്റെ ഒരു ഷെയ്ക്കിംഗ് ആണ്. ഓക്കെ ഓക്കെ, ഇത് ഈ ഒരു രൂപത്തിൽ ഫിറ്റ് ചെയ്യുക. അതിനുശേഷം ഫാൻ എടുക്കുക. ഫാന് ഈ ഒരു രൂപത്തിൽ വെക്കുക. ഓക്കെ, വെച്ചതിന് ശേഷം അതിൽ 2 ഹോള് കിടപ്പുണ്ടാവും. ആ ഒരു ഹോളിലെ സ്ക്രൂ ഇട്ട് മറു ഹോളിലേക്ക് കൊണ്ടുവരാം. സെയിം നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്ത പോലെ തന്നെ അവിടെ. എനിക്കത് തൽക്കാലം കാണിച്ചു തരാൻ പറ്റില്ല, കാരണം ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ഫാനേ ഉള്ളത്. അപ്പോൾ ഓക്കെ, സെയിം ആ ഒരു രൂപത്തിൽ ഫിറ്റ് ചെയ്യുക. 1 സെക്കൻഡ്. ഓക്കെ, ദേ ഈ ഒരു രൂപത്തിൽ തന്നെ ഇവിടെ സ്ക്രൂ ചെയ്തിരിക്കുകയാണ്, കണ്ടോ? ഓക്കെ, അതായത് ഇതിലേക്ക് കയറ്റി ഇതിലെടുത്തു. സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ ആ സേഫ്റ്റി ലോക്ക് ആ ഹോളിലിട്ട് അത് മടക്കി അവിടെ സേഫ് ആക്കുക. ഓക്കെ, ഞാൻ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഈ കപ്പ് തിരിച്ചിട്ട് ടൈറ്റ് ചെയ്യുക. പിന്നെ ഇതിൽ പോളാരിറ്റി ഒന്നുമില്ല, നെഗറ്റീവ് പോസിറ്റീവ് ഒന്നുമില്ല. ഈ ഡയറക്റ്റ് ഒന്ന് ന്യൂട്രൽ ഒന്ന് ഫേസിന് കൊടുക്കുക. അതായത് നിങ്ങളുടെ വീട്ടിൽ വേറെ ഡിസൈൻ ആയിരിക്കാം, എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് ഒരു ഡിസൈൻ വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ എടുക്കുക. അതിന് മുമ്പ് മെയിൻ സ്വിച്ച് ഓഫ് ആക്കാൻ മറക്കരുത്. ഫാനിൻ്റെ സ്വിച്ച് മാത്രമല്ല, സേഫ്റ്റി ഫസ്റ്റ്. സോ മെയിൻ സ്വിച്ച് ഓഫ് ആക്കി ചെയ്യുക. ഫാനൊക്കെ കറങ്ങാൻ തുടങ്ങി. ഇനി ഞാൻ കുറച്ച് കാറ്റുകൊണ്ട് ചില്ലാവട്ടെ. ടിൽ ദെൻ ബൈ.